تموتن إلا وأنتم مسلمون. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم: إنكم سترون ربكم كما ترون القمر ليلة البدر. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم: يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وعلى أمة محمد صلى الله عليه وسلم. മൂക്കിൻ്റെ ദാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വേദിയിൽ ഉപവിഷ്ടരായ ബഹുനിരായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു സംഘാടകരെ, വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മപങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിത്താരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. കുറേ വർഷം മുമ്പ് അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിൽ വരികയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയൊക്കെ നടത്തി. എന്നാ പരിപാടി നല്ല നിലയിൽ നടത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അൽഹംദുലില്ലാഹ് വീണ്ടും ഇവിടെ വരുവാനും അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിൽ വരുവാനും പ്രസംഗിക്കുവാനുമുള്ള ഒരു അവസരം പടച്ച റബ്ബ് നൽകിയിരിക്കുന്ന അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് അവൻ ഇഷ്ടപ്പെട്ട ഒരു മജ്ലിസായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സമയം നമുക്ക് വളരെ കുറവാണ്. 10 മണിക്ക് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാ. ഒരുപാട് ഉസ്താദന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഉലമാ വറസത്തുൽ അംബിയാ അല്ലാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ നിൽക്കുന്ന സഹോദരങ്ങള്, ആ നിൽക്കുന്നവരോട് അല്ലാഹു തന്ന വലിയൊരു അവസരമാണ്. ആകെ 1.5 മണിക്കൂറേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ആ പുറത്ത് നിൽക്കുന്നവർക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണോ? എല്ലാവരും ഒന്ന് കയറിയിരുന്ന വലിയ ഉപകാരം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ഉള്ള സ്ഥലങ്ങളിലേക്ക് കയറിയിരിക്കുക. അല്ലെങ്കിൽ സംഘാടകർ, മുതഅല്ലിമീങ്ങൾ ആ കസേര എടുത്തുകൊണ്ട് അങ്ങോട്ട് കൊടുത്താലും കുഴപ്പമില്ല. കാരണം ഞാൻ ഒരുപാട് നിന്നിട്ട് ഇപ്പൊ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ശാരീരികമായി. സത്യം പറഞ്ഞ മാസങ്ങളായി ഞാൻ വഴുതു പറയുന്നില്ല. ഈ അടുത്ത് 2-3 പരിപാടികൾക്ക് മാത്രമേ പോയുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് കൂടുതൽ നേരം നിൽക്കാൻ കഴിയില്ല. പിന്നെ ഉസ്താദന്മാരൊക്കെ ഷേഖന്മാരൊക്കെ ഇരിക്കുന്ന ഈ സദസ്സിൽ ഇരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു അദബുകേടായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം ഞാൻ നിന്നിട്ട് ഉസ്താദന്മാർ പോകണ വരെ നിൽക്കുക. അത് കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ പതുക്കെ ഇരിക്കാന്നുള്ള ഒരവസ്ഥയില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ്. അൽഹംദുലില്ലാഹ് എല്ലാവരും എഴുന്നേൽക്കണം. അൽഹംദുലില്ലാഹ് 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
ഈ സ്വലാത്ത് പറഞ്ഞ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമുക്ക് ആ മുത്തുനബിയുടെ കരങ്ങളിൽ നിന്ന് ആ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന പാനീയം വാങ്ങിച്ചു കുടിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും 10 മണി വരെ ഇരിക്കുകയല്ലേ? 10 മണി വരെ ഇരിക്കുകയല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങളൊരു സഹായം ചെയ്യൂ. ആ പുറത്ത് നിൽക്കുന്നവർ വിചാരിക്കണത് ഇങ്ങോട്ടിരിക്കാൻ സ്ഥലമില്ല എന്നാണ്. നിങ്ങൾ വിചാരിച്ചാൽ ഒരു നന്മ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ എത്ര വലിയ ഭാഗ്യം. നിങ്ങൾ ഒരാൾ കാരണം ഈ പുറത്ത് നിൽക്കണ ഏതെങ്കിലും ചങ്ങാതി അവിടെ കയറി ഇരുന്നാൽ അത് വലിയ പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സൈഡിൽ ഇരിക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റേപ്പാ, ഒന്ന് എഴുന്നേക്കറോ, ഒക്കെ ഒന്ന് എഴുന്നേറ്റ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്പുറത്തെ കസേരയിലോട്ട് മാറിയിരുന്നേ. നിങ്ങൾ അപ്പുറത്തെ കസേരയിലോട്ടൊന്ന് മാറിയിരുന്നേ. ഈ സൈഡിൽ ഇരിക്കുന്നവർ ഇങ്ങോട്ട് നീങ്ങിയിരുന്നേ. ആ ചങ്ങാതിമാർ അങ്ങനെയും കയറട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് നീങ്ങിയിരുന്നേ. ഒന്ന് എഴുന്നേക്കാമാരെ. നമ്മൾ മുസ്ലിമീങ്ങളല്ലേ. മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവർ. നിങ്ങൾ ഇങ്ങോട്ട് കയറിയിരുന്നേ. അടുത്തിരുന്നോ. ആ കസേര അങ്ങ് നീക്കി അടുത്തടുത്തിരുന്നോ. ഇൻഷാ അല്ലാഹ് ഇനി ആ പുറത്തേക്കണ ചങ്ങായിമാര് കയറുമെന്ന് നോക്കിയാ. ഈ എഴുന്നേക്കറോ. ആ സൈഡിൽ ഇരിക്കുന്നവർക്കൊന്ന് എഴുന്നേറ്റ്. നിങ്ങൾ ഇങ്ങോട്ട് ഈ ഒഴിഞ്ഞ കസേരയിലൂടെ നിങ്ങൾ മാറിയിരുന്നേ. ഇപ്പൊ കേറുന്നുണ്ടാ? ചിരിച്ചുകൊണ്ട് നിൽക്കാതെ ഒന്ന് നീങ്ങ ചങ്ങാതി. പ്രതിഫലം കിട്ടുന്ന കാര്യല്ലേ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞത്, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ചെയ്യും മുസ്ലിം. മുഅ്മിനായ മനുഷ്യന്റെ മുമ്പിൽ ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രതിഫലം എന്നറിയോ? ഒന്ന് നിങ്ങളോട് ഞാനൊന്ന് കയറിയിരിക്കാൻ പറഞ്ഞിടോ, നിങ്ങളോട് ഞാൻ കയറിയിരിക്കാൻ പറഞ്ഞത് എന്റെ വയത് കേൾക്കാൻ ആള് കൂടണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല. ഈ പുറത്തു നിൽക്കുന്ന സഹോദരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നാ. എന്റെ ഈ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാ. നിങ്ങളുടെ ഈ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കണ്ണിന്റെ മുമ്പിൽ സ്വർഗം കണ്ടിട്ട് കേറുന്നില്ല. അലശിക്കേ, ദുനിയാവില് 2 സ്വർഗമുണ്ട്. ആ 2 സ്വർഗത്തിൽപ്പെട്ട ഒരു സ്വർഗം, ദുനിയാവിലെ 2 സ്വർഗങ്ങളിൽപ്പെട്ട ഒരു സ്വർഗം ഇൽമു പറയുന്ന മജ്ലിസാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഇൽമു പറയുന്ന മജ്ലിസ് സ്വർഗമാണ്. അത് ദുനിയാവിലെ സ്വർഗമാ എന്ന് നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ആ സ്വർഗം കണ്ണിന്റെ മുമ്പിൽ കണ്ടിട്ട് കേറിയിരുന്നില്ലെങ്കിൽ ഒന്നാലോചിക്കേ ആ മനസ്സിനെ കുറിച്ച്. വയത് കേൾക്കാൻ വന്നില്ല എങ്കിൽ വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അള്ളാഹു അതിന്റെ പേരിൽ നിനക്ക് നരകമൊന്നും തരൂല. അത് നിന്റെ ഇഷ്ടം. സിറാജിന്റെ വയത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു അല്ലാ, ഞാൻ പോയില്ല അല്ലാ. പക്ഷെ കഷ്ടപ്പെട്ട് നീ ഇവിടെ വന്നിട്ട് 40 പേരിൽ കൂടുതലുണ്ടെങ്കിൽ ആ മജ്ലിസിലെ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടെന്ന്. 150ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാ. ആ മുതഅല്ലിമീങ്ങളുടെ കൂടെ ഇരിക്കണമെങ്കിൽ തന്നെ യോഗം വേണ്ടേ? അതൊരു ഭാഗ്യല്ലേ. ഈ 100-100 പരം വരുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളുടെ ചന്ദനം മണക്കുന്ന മക്കളുടെ കൂടെ കൂടിയാ മതി. ആ ഒരു കൂട്ടം കൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ടു പോകുമല്ലോ. അപ്പൊ ഇത്രയും നല്ലൊരു അവസരം അള്ളാഹു തരുമ്പോ പുറത്തു നിൽക്കുന്നത് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹു നന്മ കേട്ടാൽ ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. വലിയ പ്രതിഫലം അതിന്. ഒരു നല്ല കാര്യം പറഞ്ഞാൽ അത് ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞാൽ അവർ മത്സരിക്കും. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണമെന്ന് പറയുന്ന ഒരു മനസ്സ് നമ്മളിൽ പലർക്കും ഇല്ലാത്ത ഒരു സ്വഭാവം അതാ. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവന് താടിക്ക് നീളമുണ്ടോ തഴമ്പുണ്ടോ ഒന്നുമല്ല, പറഞ്ഞത് നല്ല കാര്യമാണോ ആ കാര്യം ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നു. അള്ളാഹു മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രതിഫലമാ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആ പ്രതിഫലം, അർഹമായ പ്രതിഫലം, ആ ഓരോ കസേര മാറിയിരുന്നവർ പടച്ചവനെ അവരെ നീ അത്രത്തോളം സ്വർഗത്തിലേക്ക് അടുപ്പിക്കണേ തമ്പുരാനെ. ഉറക്കവരാമീൻ പറ, അള്ളാഹു സ്വർഗത്തിലേക്ക് അടുപ്പിക്കണേ അല്ലാ. പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഈ ചെയ്ത നന്മയുടെ പ്രതിഫലം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. അപ്പൊ ഇൻഷാ അല്ലാഹ് കുറച്ചേരം ഇരിക്കല്ലേ, ഒരു ഇൻഷാ അല്ലാഹ് പറ. അൽഹംദുലില്ലാഹ്, എനിക്ക് നിങ്ങളോടൊക്കെ വലിയ സ്നേഹമുണ്ട്.
എനിക്ക് കർണാടകയിലെ മംഗലാപുരത്തിന്റെ പരിസരത്തുള്ള എല്ലാവരോടും എനിക്ക് വലിയ സ്നേഹമുണ്ട്. അൽഹംദുലില്ലാ. എനിക്കൊന്നും സുഖമില്ല എന്ന് കേട്ടപ്പോ മനസ്സറിഞ്ഞുകൊണ്ട് നോമ്പ് പിടിച്ചുകൊണ്ട് മജ്ലിസുന്നൂർ വരെ ഒതുകിട്ട് എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്ത ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് കൂടപ്പുറപ്പുകളുണ്ട്. അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എനിക്കൊരു ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ. സത്യം പറഞ്ഞാൽ ഡോക്ടർമാരൊക്കെ സർജറി ചെയ്യണമെന്നോ, എനിക്ക് ക്യാൻസർ ഒന്നും ഇല്ലായിരുന്നു കേട്ടാ. ക്യാൻസർ ഒന്നും ഇല്ലടോ. എനിക്കിങ്ങനെ വയൽശ്രീതായിട്ട് നട്ടലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് എഴുന്നേക്കാനും നടക്കാനും ഒന്നും കഴിയാതെ കിടപ്പിലായിരുന്നു. അപ്പൊ അൽഹംദുലില്ലാ ഡോക്ടർമാര് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അൽഹംദുലില്ലാ എല്ലാരോടും വഴുതു പറഞ്ഞു നടന്നാൽ മാത്രം പോരല്ലോ, നമുക്കും ജീവിതത്തിൽ എല്ലാരോടും ദുആ ചെയ്യണം, പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് അൽഹംദുലില്ലാ ഞാൻ എല്ലാവരുടെ ദുആ കൊണ്ട് പടച്ചവൻ എന്നെ ഇവിടെ വരെ എത്തിച്ചു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ ഒരുപാട് പേര് ദുആ ചെയ്തു. പിന്നെ ചിലതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ചിന്തിച്ചു, പലരും എന്നോട് പറഞ്ഞു ഉസ്താദിന് വലിയ രോഗമാണെന്നൊക്കെ പറഞ്ഞ് എഴുതിയിടുന്നുണ്ട് ഉസ്താദ്, എന്തെങ്കിലും ഒന്ന് പറയാൻ. ഞാൻ ചിന്തിച്ചു, പടച്ചവനെ ഓസിനൊരു ദുആ കിട്ടുമ്പോ എന്തിനാണോ കളയുന്നത്? ആത്മാർത്ഥമായി എത്രയോ പേര് ക്യാൻസർ ആണെന്നൊക്കെ പറഞ്ഞപ്പോ ആത്മാർത്ഥമായിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്തവരുണ്ടല്ലോ. അപ്പൊ എന്തിനാ ഒരു ദുആ കളയണേ? കിട്ടിയതല്ലേ അൽഹംദുലില്ലാ. എന്തായാലും ഒരുപാട് പേരുടെ ദുആ കിട്ടി. അതെന്തുകൊണ്ടാ? ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ വന്ന് പറയുമ്പോ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിലൂടെ കിട്ടിയതാ. അള്ളാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ മാറ്റി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മുത്തല്ലിങ്ങൾ ഇരിക്കുന്നില്ലേപ്പാ മക്കൾ, നിങ്ങൾ ഇരിക്കറോ? മുത്തല്ലിങ്ങളെങ്കിലും കയറി ഇരിക്കുക. എനിക്ക് നിങ്ങൾ നിൽക്കുന്ന കാണുമ്പോൾ സങ്കടം വരുന്നത്. നിങ്ങളൊന്നും സാധാരണ ആൾക്കാരല്ലല്ലോ. മുത്തല്ലിങ്ങൾ കയറി ഇരുന്നോളൂ. ഇനിയൊന്നുമില്ല. ബക്കറ്റ് എടുക്കാൻ സമയമാകുമ്പോ ഞാൻ പറയാം. ആ ബക്കറ്റ് എടുക്കാൻ സ്റ്റേജിൽ ഇരിക്കണ ആരെങ്കിലും പോകുന്നുണ്ടോ? എല്ലാം കാശാരാ. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സ്റ്റേജിലിരിക്കണ ഉസ്താദല്ലേ പോത്തുള്ളൂ, പ്രായമുള്ളവരല്ലേ പോത്തുള്ളൂ, ബാക്കിയുള്ള ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അപ്പൊ ബക്കറ്റിന്റെ സമയമാകുമ്പോ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ മരണത്തിന് ശേഷം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നബിതങ്ങൾ സ്വഹാബത്തിനോട് ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും കൊട്ടാരങ്ങളും അരുവികളും ആ പദവികളെ കുറിച്ചെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു സ്വഹാബി നബിതങ്ങളോട് ചോദിച്ചു, നബിയെ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരടിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് നബിയെ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം സ്വർഗത്തിൽ പോകണമെന്ന്. അതിനുവേണ്ടിയാണ് നിസ്കരിക്കുന്നത്, അതിനുവേണ്ടിയാണ് ഖുർആൻ ഓതുന്നത്, അതിനുവേണ്ടിയാണ് സ്വതക്ക കൊടുക്കുന്നത്. എന്തിനാണ് ഈ വഅദ് പറയുന്നതും ഈ വഅദ് കേൾക്കുന്നതും? എന്തിനാ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും അതിന് പകരം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, പടച്ചവനെ നീ എനിക്ക് സ്വർഗം തരണേ അല്ലാഹ്. നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത്, പടച്ചവനെ മരിക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ വല്ലാത്ത ഒരു മോഹമാണ് സ്വർഗം. സ്വർഗം സ്വർഗം വല്ലാത്ത ആഗ്രഹമാ. ആ സ്വർഗത്തിൽ അള്ളാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താണ് എന്ന് നബിതങ്ങളോട് അവിടെ ഒരു അനുചരം ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്ന പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ അള്ളാഹു തന്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരടിമയ്ക്ക് കിട്ടുന്ന ഭാഗ്യം എന്തെന്നറിയുമോ? നബിതങ്ങൾ സഹാബത്ത് നബിതങ്ങളോട് അവിടെ നിന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തില് രണ്ടാമത് മോതുമ്പോ ഖബറിനകത്ത് നിന്ന് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. എത്ര നല്ല പോലെ കുളിപ്പിച്ച് സുന്ദരനാക്കി ഒരുക്കി കൊണ്ടുപോയി ഖബറടക്കിയ മനുഷ്യനാണെങ്കിലും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ,
മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരികയാ, എന്റെ സമുദായം 41 കോലത്തിലാണ് കടന്നു വരുന്നത്. പട്ടികയുടെ രൂപത്തിൽ കടന്നു വരുന്നവരുണ്ട്, പന്നിയുടെ രൂപത്തിൽ കടന്നു വരുന്നവരുണ്ട്, കഴുതയുടെ രൂപത്തിൽ വരുന്നവരുണ്ട്, ഇഴഞ്ഞു വരുന്നവരുണ്ട്, നടന്നു വരുന്നവരുണ്ട്. പടച്ചവനെ, മുത്തുനബിയുടെ സമുദായം ഇങ്ങനെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. അങ്ങനെ എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ 2 വിഭാഗമായി അവിടെ നിന്ന് വേർതിരിക്കുകയാ, 2 വിഭാഗമാക്കുകയാണ്. ഒന്ന് ഫരീഖും ഫിൽ ജന്ന, 2 ഫരീഖും ഫിസ് സഈർ. ഒരു വിഭാഗം സ്വർഗ്ഗത്തിന്റെ അവകാശികളാ, ഒരു വിഭാഗം സ്വർഗ്ഗത്തിന്റെ അവകാശികളാ, രണ്ടാമത്തെ വിഭാഗം നരകത്തിന്റെ അവകാശികളാ. അങ്ങനെ 2 വിഭാഗമായ അല്ലാഹു ജനങ്ങളെ അങ്ങ് വേർതിരിക്കുകയാണ്. പടച്ചവനെ, അതാ ഒരു വിഭാഗം സ്വർഗ്ഗത്തിലേക്ക്, മറുവിഭാഗം നരകത്തിലേക്ക്. അങ്ങനെ സ്വർഗ്ഗവാസികൾ മുഴുവനും സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോവുകയാണ്, നരകവാസികൾ മുഴുവനും നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പടച്ചവനെ, കൊല്ലങ്ങൾ കഴിഞ്ഞു. അതാ പടച്ചവനെ, അങ്ങനെ ഓരോ സമൂഹം, അതാ ഓരോ സമയം കഴിയുമ്പോഴും നരകവാസികൾ ഇങ്ങനെ പടച്ചവന് ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളുടെ ശിക്ഷകൾ കഴിഞ്ഞു കഴിയുമ്പോ, അതാ സകാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമീങ്ങളുണ്ടല്ലോ, അവരെ പടച്ചവനെ നരകത്തിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ അവസാനം നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം കടന്നു പോകുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് ഏറ്റവും അവസാനമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനും സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോവുകയാണ്. അല്ലാഹുവേ, മാലിക് എന്ന് പറയുന്ന മലക്ക് നരകത്തിന്റെ വാതിലടയ്ക്കുകയാ. ഇനി ഒരാളും അതിനകത്തേക്ക് കടക്കുകയുമില്ല, ഒരാൾ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയുമില്ല. നരകത്തിൽ നിന്ന് അവസാനത്തെ മനുഷ്യനും സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോവുകയാണ്. പടച്ചവനെ, മുത്തുനബിയാ രംഗം അവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നു. നരകത്തിൽ നിന്ന് അവസാനമായി കയറി വരുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനോട് അല്ലാഹു ചോദിക്കുന്നു, നിനക്ക് എന്താണ് വേണ്ടത്, നിനക്ക് എന്താണ് വേണ്ടത്? പടച്ചവനെ, അൽഹംദുലില്ലാഹ്, എന്നെ നീ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ അല്ലാ. പടച്ചവൻ അവസാനം നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗ്ഗത്തിൽ പോകുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുന്നു, പടച്ചവനെ, അല്ലാഹുവേ, ഇതിന് എനിക്ക് ആ സ്വർഗ്ഗത്തിന്റെ മുന്നിലിരിക്കാൻ, ആ കാണുന്ന മരത്തിന്റെ ചുവട്ടിലിരിക്കാൻ എനിക്കൊരവസരം തരണേ പടച്ചവന്. ഈ നരകത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് വല്ലാത്ത ചൂടെടുക്കുന്ന പടച്ചവന്, പേടിയാകുന്ന തമ്പുരാന്, ആ മരത്തിന്റെ സൈഡിൽ ഇരുന്നാൽ എനിക്ക് സ്വർഗം കാണാൻ തമ്പുരാന്, എനിക്ക് അവിടെ അവസരം, അവനിക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു അവസരം തരണേ അല്ലാ. അല്ല ചോദിക്കുന്നു, നിനക്ക് എന്തെങ്കിലും ഇനി വേണോ? പടച്ചവനെ, ഒന്നും വേണ്ട തമ്പുരാന്, ആ മരത്തിന്റെ ചുവട്ടിലിരിക്കാൻ അവസരം തന്നാ മതി പടച്ചവന്. അങ്ങനെ അല്ലാഹു അവിടെ കൊണ്ടിരുത്തുകയാണ്. പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോ അല്ലാഹു ചോദിക്കുന്നു, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അല്ലാഹുവേ, എനിക്ക് ആ സ്വർഗത്തിന്റെ മുമ്പിൽ ഇരിക്കാൻ അവസരം തരണം പടച്ചവന്. അങ്ങനെ സ്വർഗത്തിന്റെ മുമ്പിൽ ചെന്നിരിക്കുകയാണ്. പിന്നീട് അല്ലാഹു ചോദിക്കുന്നു, നിനക്ക് എന്തു വേണം? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, അല്ലാ, സ്വർഗത്തിന്റെ സുഗന്ധവും സ്വർഗവാസികളുടെ സംസാരവും എല്ലാം ഞാൻ കേട്ടുകഴിഞ്ഞപ്പോ എനിക്കതിനകത്തേക്ക് കയറണമെന്ന് ആഗ്രഹമുണ്ട് റബ്ബേ. കാലുകുത്താനുള്ള സ്ഥലം തരുമോ അല്ലാ? അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അകത്ത് കാലുകുത്താനുള്ള സ്ഥലം തരുമോ അല്ലാ? അല്ലാഹു ആ മനുഷ്യനോട്, നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന മനുഷ്യനോട് അല്ലാഹു ചോദിക്കുകയാണ്, ദുനിയാവും ദുനിയാവിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള സ്വർഗം മതിയോ? ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന മനുഷ്യനോട് അല്ലാഹു ചോദിക്കുകയാ, ദുനിയാവും ദുനിയാവിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള സ്വർഗം നിനക്ക് മതിയോ? ആ മനുഷ്യൻ പോലും ചോദിക്കുന്നു, അല്ലാ, എന്നെ കളിയാക്കുകയാണോ അല്ലാ? എന്നെ കളിയാക്കുകയാണോ അല്ലാ? എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറയുകയാണ്, നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗത്തിൽ കടന്നു പോകുന്ന മനുഷ്യന് പോലും ദുനിയാവിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗം അല്ലാഹു കൊടുക്കുമെന്ന് മുത്തുനബി അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോ ആ മനുഷ്യനും സ്വർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞു. എന്ന് പറയുന്ന മലക്ക് സ്വർഗത്തിന്റെ വാതിലടയ്ക്കുകയാണ്. ഇനി ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനില്ല. നരകവാസികൾ കാലാകാലം നരകത്തിലാണ്, സ്വർഗവാസികൾ കാലാകാലം സ്വർഗത്തിലാണ്. അങ്ങനെ നരകവാസികൾ നരകത്തിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുകയാണ്, സ്വർഗവാസികൾ സ്വർഗത്തിൽ കിടന്ന് ആസ്വദിക്കുകയാണ്. അങ്ങനെ സ്വർഗവാസികൾ മുഴുവനും സ്വർഗത്തിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുകയാ, സ്വർഗവാസികളെ, നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? നിങ്ങൾക്ക് വല്ല ആവശ്യവുമുണ്ടോ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കഴിയുന്ന സ്വർഗവാസികളോട് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുമ്പോ സ്വർഗവാസികൾ പറയുന്നു, അല്ലാ പടച്ചവനേ, അൽഹംദുലില്ലാഹ്. അവരല്ലാഹുവിനെ സ്തുതിക്കുകയാ. സ്വർഗവാസികൾ അവിടെ നിന്നുകൊണ്ട് പടച്ചവനെ സ്തുതിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് സ്തുതിക്കുന്നതെന്നറിയുവോ? അല്ലാഹുവേ, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, എല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ട് തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് കരഞ്ഞു വിളിച്ചുകൊണ്ട് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, എന്റെ മുഖത്ത് നീ പ്രകാശം തന്നല്ലോ അല്ലാ. എന്തിനാണ് സ്വർഗവാസികൾ അൽഹംദുലില്ലാ പറയുന്നത്? പടച്ചവനെ, പരലോകത്ത് നിന്റെ കോടതിയിലേക്ക് കടന്നു വന്നപ്പോ അതാ പടച്ചവനെ, ഭയാനകമായ പരലോകമുണ്ടല്ലോ. പഠിക്കണം ചെറുപ്പക്കാരാ, എന്താണ് മസ്റയെന്ന് പഠിക്കണേ ചെറുപ്പക്കാരാ. മോനെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പറയാറുണ്ട്, ഉസ്താദേ, പ്രസവത്തിന് വല്ലാത്ത വേദനയാണെന്ന്. പെങ്ങളെ, പ്രസവത്തിന് വല്ലാത്ത വേദനയാണ്. പെങ്ങളെ, മരണവേദനയാണെന്ന് ചില ഉമ്മമാര് പറയാറുണ്ടല്ലോ. വേദനയില്ല എന്ന് ഞാൻ പറയുന്നില്ല. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെങ്ങാണ് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിലോ അവള് പ്രസവിക്കുന്നതറിയില്ല ഉമ്മ. അവൾ അറിയാതെ പ്രസവിച്ചു പോവുകയാ. കാരണം മനുഷ്യന്റെ ഒരു ചാണ് മുകളിലാണ്, വഅദ് പറയുന്ന സിറാജിന്റെ ഒരു ചാണ് മുകളില് അല്ലാഹുവേ കത്തി ജ്വലിക്കുന്ന സൂര്യനെ അല്ലാഹു അങ്ങ് താഴ്ത്തുകയാ. സിറാജിനുടു തുണിയില്ല. ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ ചേലാകർമ്മം പോലും ചെയ്യാത്ത അവസ്ഥയിൽ, ചെരുപ്പില്ലാതെ വസ്ത്രമില്ലാതെ സിറാജ് ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. റബ്ബേ, സിറാജിന്റെ തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുകയാ. നാളെ അല്ലാഹുവിന്റെ കോടതിയില് തലച്ചോറ് ഇങ്ങനെ തിളയ്ക്കുകയാണ്. ഉമ്മ ചോറ് വെക്കുന്ന സമയത്ത് കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചിട്ട് വെള്ളം ഇങ്ങനെ മുകളിലൂടെ പുറത്തേക്ക് ഒഴുകുന്നത് പോലെ ചൂടുള്ള നാളുണ്ടേ, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തോ ഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. പടച്ചവനെ, തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്റ. അല്ലാഹുവേ, കാളയുടെ വായിലൂടെ പതയുന്നൊരയും ഒഴുകുന്നത് പോലെ മനുഷ്യന്റെ വായിലൂടെ പതയുന്നൊരയും ഒഴുകുന്ന ദിവസമാ. 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച മാതാവിനെ കാണിച്ചിട്ട് പൊന്നാര മക്കള് പറയുന്നു, അല്ലാ
ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് എന്റെ കാല് പൊള്ളുന്നു റബ്ബേ, സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ. എന്റെ ഉമ്മാനെ ഒന്ന് മലത്തിക്കിടത്തി തന്നെങ്കില് അവരുടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ അല്ലാ. സ്വന്തം മക്കള് മാതാവിനെ കാണിച്ചിട്ട് പടച്ചവരോട് പറയുന്ന ദിവസമാ. വാപ്പമാരെ, അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം ഇങ്ങനെ വലിച്ചിടച്ചു കൊണ്ടുവരുന്നത് കാണുമ്പോ മക്കൾ അല്ലാഹുവോട് പറയുന്നു, അല്ലാ എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്കിതാ പടച്ചവന്, എന്റെ പാപം മുഴുവനും എന്റെ ഉപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് വാപ്പാനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു അല്ലാ എന്ന് പറയുന്ന ദിവസമാണ് മസ്സറ. ഉമ്മാനെ വേണ്ട, വാപ്പാനെ വേണ്ട, മക്കളെ വേണ്ട, കൂടപ്പറപ്പിനെ വേണ്ട, കുടുംബക്കാരെ വേണ്ട, കൂട്ടുകാരെ വേണ്ട. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഒരാളും കണ്ട പരിചയം കാണിക്കാത്ത ദിവസമാ. ഒരാളും അവിടെ പരസ്പരം കണ്ടാ പരിചയം കാണിക്കൂല. ഉപ്പ തിരിഞ്ഞു നോക്കില്ലടാ ചെറുപ്പക്കാരാ, മക്കള് തിരിഞ്ഞു നോക്കില്ല വാപ്പമാരെ. പരസ്പരം ശപിക്കുകയാ. യാ വൈലത്താ യാ ഹസ്റത്താ. എല്ലാവരും അവിടെ കിടന്ന് പരസ്പരം ശപിക്കുകയാണ്. കൂട്ടുകാരനെ നോക്കിയിട്ട് പറയുകയാണ്, യാ വൈലത്താ ലൈതനി അത്തഖിദ ഫുലാനൻ ഖലീലാ. ഒരാള് പോലും തിരിഞ്ഞു നോക്കാത്ത ദിവസം, എല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്ന ദിവസം, ഭയന്ന് വിറച്ചുകൊണ്ട് തലതാട്ടി പിടിച്ചു നിൽക്കുന്ന ദിവസം, അല്ലാഹുവേ എന്റെ മുഖത്ത് പ്രകാശം തന്നല്ല റബ്ബേ. നാദാ, ഞാൻ നരകത്തിന് കിടക്കേണ്ടവനാണ് പടച്ചവന്, നരകത്തിന്റെ തീക്കകത്ത് കിടക്കേണ്ടവനാണ്. കണ്ണുകൊണ്ട് കണ്ടത് മുഴുവനും പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് മുഴുവനും പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് മുഴുവനും പാപമാണ്. അല്ലാഹുവേ കൈകൊണ്ട് പിടിച്ചത് പാപമാണ്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചതുപോലെ പാപമാണ്. ഒരു ദിവസത്തിൽ ലക്ഷക്കണക്കിന് പാപം ചെയ്തിരുന്ന മഹാപാപിയാണ് റബ്ബേ. ഈ നരകത്തിൽ കടന്ന് കരികണ്ടവനാണ് തമ്പുരാനെ. അല്ലാഹുവേ ആ പാപിയായ എന്നെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ അല്ലാ. എന്നിട്ട് പറയുന്നു, അല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും ആരിഫീങ്ങളും നീ ഇഷ്ടപ്പെട്ടവരെ കടന്നു പോകേണ്ട സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലൊന്ന് കിടക്കാൻ, ആ സ്വർഗത്തിലേക്കൊന്ന് പോകാൻ, ആ സ്വർഗമൊന്ന് കാണാൻ, ആ സ്വർഗത്തിന്റെ പരിമളം പോലും ഒന്ന് ശ്വസിക്കാൻ അർഹതയില്ലാത്തവനാണ് പടച്ചവര്. അത്രയും വലിയ ദ്രോഹിയായിരുന്നു പടച്ചവര്. എന്നിട്ടും നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് ഈ പാപിയായ എനിക്ക് നീ സ്വർഗം തന്നല്ലോ അല്ലാ. ഇതിനെക്കാളും ഇനി എന്തേ വേണ്ടത്? ഇതിനെക്കാളും എനിക്ക് എന്തേ വേണ്ടത്? അൽഹംദുലില്ലാഹ്. നാളെ സ്വർഗവാസികളെ പടച്ചവനോട് പറയുകയാ, ോട് പറയുകയാണ്, ഇതിനെക്കാളും ഇനി എനിക്ക് എന്തേ വേണ്ടത്? എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ, എല്ലാവരും കരഞ്ഞ ദിവസം എന്നെ ചിരിപ്പിച്ചല്ലോ റബ്ബേ. നിന്റെ സ്വർഗം നിനക്ക് ഔദാര്യമായി തന്നല്ലോ, എനിക്കിതിനെക്കാളും ഇനി എന്തേ വേണ്ടത്? അപ്പോഴാണ് ചോദിക്കുന്നു, വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ചോദിക്കുകയാ, എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്, എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്. ഇത് സ്വർഗമാണ്, ഇത് സ്വർഗമാണ്. എന്ത് ചോദിച്ചാലും തരുന്ന ഇടമാണ്. എന്ത് വേണമെങ്കിലും ചോദിക്കാൻ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പെടന്ന് ചോദിക്കുമ്പോ സ്വർഗവാസികൾ പറയുന്നു, അല്ലാ ഒരേ ഒരാഗ്രഹമുണ്ട് പടച്ചവര്, ഒരേ ഒരാഗ്രഹമുണ്ട് പടച്ചവര്. സ്വർഗവാസികളുടെ ആഗ്രഹം എന്തെന്നറിയുമോ? അല്ലാഹുവേ പടച്ച
പടച്ചവനെ ഞങ്ങൾ ഉപ്പാനെ കണ്ടവരാ, ഉമ്മാനെ കണ്ടവരാ. ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങളുടെ ഉമ്മയെ കണ്ടു, ഞങ്ങളുടെ വാപ്പയെ കണ്ടു, ഞങ്ങളുടെ കൂടപ്പിറപ്പിനെ കണ്ടു, ഞങ്ങളുടെ കൂട്ടുകാരെ കണ്ടു. പടച്ചവനെ ഞങ്ങളുടെ ഭാര്യയെ കണ്ടു, ഞങ്ങളുടെ മക്കളിനെ കണ്ടു. അല്ലാഹുവേ ഞങ്ങളുടെ കണ്ണുകൊണ്ട് ദുനിയാവ് കണ്ടു, അസ്റായിലിനെ കണ്ടു, ഖബർ കണ്ടു, സിറാത്ത് കണ്ടു, മീസാന് കണ്ടു, ഹൗദുൽ കൗസർ കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു, നിന്റെ മലക്കുകളെ കണ്ടു. ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടുപടച്ചവരെ, ഞങ്ങളെല്ലാവരെയും കണ്ടു തമ്പുരാനെ, ഞങ്ങളെല്ലാവരെയും കണ്ടു തമ്പുരാന്. പടച്ചവരെ